പ്രകൃതിയും മനുഷ്യനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് ആയുർവേദം മാത്രമല്ല ആധുനിക ശാസ്ത്രവും സമ്മതിക്കുന്നുണ്ട്. പ്രകൃതിയിൽ കാണുന്ന മാറ്റങ്ങൾ പോലെ ശരീരത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു. ശരീരത്തിൻ്റെ ജീവതാളം പിഴയ്ക്കാതെ നോക്കിയാൽ മാത്രമേ ജീവിതം സുഖകരമാവുകയുള്ളൂ. ജീവന്റെ താളം പിഴക്കാതിരിക്കാനും ശരീരത്തിന് നവചൈതന്യം പകരാനും പഞ്ചകർമ്മ ചികിത്സയും പൂർവകർമ്മങ്ങളും സഹായിക്കുന്നു. പഞ്ചകർമ്മങ്ങളിൽ ആദ്യത്തേതാണ് വമനം അഥവാ ഛർദ്ദിപ്പിക്കൽ. വമനം മരുന്ന് അകത്തേക്ക് കഴിച്ച് ഛർദ്ദിപ്പിക്കുന്ന രീതിയാണ് വമനം. വമനം എന്ന് പറയുമ്പോൾ അകത്തിൽ ആന്തരികമായിട്ടുള്ള ദോഷങ്ങളെ, ത്രിദോഷങ്ങളാണല്ലോ ആയുർവേദ ശാസ്ത്രത്തിൽ ത്രിദോഷങ്ങളാണ്. അത് ദുഷിച്ചിരിക്കുന്ന ദോഷങ്ങളെ, അത് വാതമായിക്കോട്ടെ, പിത്തമായിക്കോട്ടെ, അല്ലെങ്കിൽ ബാഹ്യഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ചളിയായിക്കോട്ടെ, ഇതിനെ ഛർദ്ദിപ്പിച്ച് കളയുക. ഇവിടുന്ന് മേപ്പെട്ടുള്ള വികാരങ്ങളെ ഛർദ്ദിപ്പിച്ച് കളഞ്ഞ് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് വമനം എന്ന് പറയുന്നത്. വമനം ശ്രദ്ധിക്കേണ്ട ഒരു ചികിത്സാ രീതിയാണ്. കാരണം വമനത്തിൻ്റെ ആധിക്യം കൂടിയാൽ, ഛർദ്ദിക്കൽ കൂടിയാൽ, അതിന് ഇത്ര മാത്രമാണെന്നൊരു കണക്കുണ്ട്. അതിൽ കൂടുതലായാൽ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരാം, മരണം വരെ സംഭവിക്കാവുന്ന ഒരു രീതിയാണ് വമനം. ശുദ്ധിപ്രക്രിയയാണെങ്കിൽ കൂടി. പിന്നെ ശുദ്ധിപ്രക്രിയ എന്ന ആയുർവേദത്തിൽ 2 വിധത്തിലാണ് ചികിത്സ: ശോധനവും ശമനവും. ശോധനം എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം. അതിലാണ് ഈ പഞ്ചകർമ്മം പറഞ്ഞത്. ഈ പഞ്ചകർമ്മത്തിൽ ഈ 5 ഭാഗങ്ങളിലും ഡിവൈഡിങ് ഒരുപാടുണ്ട് കേട്ടോ. കാരണം ആ രോഗിയുടെ ശാരീരിക സ്ഥിതിയും ദോഷത്തിൻ്റെ ആധിക്യം അനുസരിച്ച് ചികിത്സ എങ്ങനെ വേണമെച്ചാൽ മാറി നിശ്ചയിക്കാം. മറ്റേ വമനാവാം, വിരേചനാവാം, ഈ പഞ്ചകർമ്മത്തിൽ ഏത് വേണമെച്ചാൽ ഉൾപ്പെടുത്താം. അതിൽ ആദ്യം നമ്മൾ ചെയ്യാവുന്നത്, ഇപ്പോൾ ശ്വാസമുട്ട്, അതുപോലെ ചെസ്റ്റിന് കഞ്ചക്ഷൻ, ഈ ഭാഗങ്ങളിൽ വരുന്ന ദോഷങ്ങൾ, ചളികളുടെ അംശം, ഇതിനെ കളയാൻ ഛർദ്ദിപ്പിക്കുകയാണ് ആദ്യം ചെയ്യുക. ഇത് മാനസിക രോഗത്തിനും ഛർദ്ദിപ്പിക്കും. പിന്നെ കൈവിഷം എന്ന് പറഞ്ഞൊരു വിഷയം. കൈവിഷം എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഒരാളും മന്ത്രം ജപിച്ച് കൊടുക്കുന്നതല്ല ഈ കൈവിഷം. നമ്മുടെ ഭക്ഷണത്തിൽ വരുന്ന ഗരം എന്ന് പറയുന്നത് കൂട്ടുവിഷം. 2 ഭക്ഷണപദാർത്ഥങ്ങൾ കൂടി ചേരുമ്പോൾ ശരീരത്തിൽ ഉരുത്തിരുന്നൊരു വിഷാംശമുണ്ട്. ഇത് ദഹനമില്ലാതെ ദ്രവിക്കാതെ കിടക്കും. അതിനെ ഛർദ്ദിപ്പിച്ച് കളയാനും, അത് കോഷ്ഠത്തിൽ കിടക്കുന്നതാണ്, അതിനെയും ഛർദ്ദിപ്പിച്ച് കളയാൻ ഛർദ്ദനം വളരെ ഉപകാരപ്രദമാണ്. അതുകൊണ്ട് മാനസിക രോഗം വരെ വരാം ഈ ഗരം കൊണ്ട്. പിന്നെ ശ്വാസം മുട്ട്, ഹൃദ്രോഗം, വയറുകല്ലിപ്പ്, ഗ്യാസ് വല്ലാണ്ട് ഫോം ചെയ്യുക, കീഴ്ശ്വാസം ഇല്ലാതിരിക്കുക, ഇങ്ങനത്തെ അവസരങ്ങളിലൊക്കെ ഛർദ്ദിപ്പിക്കൽ വളരെ ഉപകാരപ്രദമായ ചികിത്സാ രീതിയാണ്. പഞ്ചകർമ്മത്തിൻ്റെ മുന്നോടിയായി അല്ലെങ്കിൽ അതിനുവേണ്ടി ശരീരത്തെ ഒരുക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്യുന്ന ചികിത്സകളെയാണ് ഇക്കാലത്ത് പലരും പഞ്ചകർമ്മ ചികിത്സയായി തെറ്റിദ്ധരിക്കുന്നത് എന്നത് നിർഭാഗ്യകരമാണ്. പഞ്ചകർമ്മ ചികിത്സ കേരളത്തിൻ്റെ പ്രത്യേകമായ ഒരു ചികിത്സാ രീതിയാണ്. സാധാരണ മറ്റ് സ്റ്റേറ്റുകളിൽ, കേരളത്തിലല്ലാതെ മറ്റ് സ്റ്റേറ്റുകളിൽ രസഭസ്മാദികളെ കൊണ്ടാണ് കൂടുതലായിട്ട് ചികിത്സിച്ച് വരുന്നത്. എന്നാൽ കേരളത്തിന് പഞ്ചകർമ്മ ചികിത്സയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് കേരളത്തിൻ്റെ പ്രകൃതിയുടെ സ്വഭാവം കൂടി അതിനകത്ത് ബാധിക്കുന്നുണ്ട്. അതായത് പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുമ്പോൾ വമനം, രേചനം, നസ്യം, നിരൂഹം, അനുവാസനം. വമനം എന്ന് പറഞ്ഞാൽ ഛർദ്ദിപ്പിക്കുക. വിരേചനം അതായത് വയറ് ഇളക്കി കളയുക, ദോഷത്തെ ബഹിർഗമിപ്പിക്കുന്ന 2 മാർഗ്ഗങ്ങളാണത്. നസ്യം അത് മൂക്കിൽ കൂടി ഔഷധങ്ങളെ ഉപയോഗിച്ചിട്ട് ദോഷത്തെ വെളിയിലേക്ക് കളയുന്ന ഒരു സമ്പ്രദായമാണ് നസ്യം എന്ന് പറയുന്നത്. പിന്നെ കഷായവസ്തിയുണ്ട്, സ്നേഹവസ്തിയുണ്ട്. വസ്തികൾ സ്നേഹവസ്തി കൊടുത്തതിന് ശേഷം കഷായവസ്തിയും കൊടുത്തിട്ട് കോഷ്ഠശുദ്ധി വരുത്തുക. ഇതാണ് സാധാരണ ഈ ദോഷശോധനം ചെയ്യുന്ന രീതി. ചികിത്സ 2 രീതിയിലാണ്: ശമനം, ശോധനം. ശമിപ്പിച്ചിട്ട് ശോധിപ്പിച്ച് വെളിയിലേക്ക് കളയുക, അതാണ് അതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ. അതായത് ത്രിദോഷത്തെ ബേസ് ചെയ്താണല്ലോ ആയുർവേദ ചികിത്സ എന്ന് പറയുന്നത്. ത്രിദോഷത്തെ ശമനക്രിയ ചെയ്തിട്ട്
ശോധിപ്പിച്ച് വെളിയിലേക്ക് കളയുന്നു. അതാണ് ശരിയായ ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത്. ദോഷം ബഹിർഗമിച്ചിട്ട് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് ചരിച്ചിട്ട് ഓരോ ഭാഗങ്ങളിലും, ഇപ്പോൾ ശിരസിലായാലും കയ്യിലായാലും കാലിലായാലും അങ്ങനെ സ്ഥാന സംശ്രയം മറ്റ് ഭാഗങ്ങളിലേക്ക് പോയിട്ട് രോഗത്തെ അവിടെ ഉണ്ടാക്കുക ചെയ്യുന്നു. അതിന് ശമനക്രിയ ഉള്ള ഔഷധങ്ങളെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് കോഷ്ഠത്തിൽ കൊണ്ടുവന്ന് ശോധിപ്പിച്ച് കളയും. ഇത് സാധാരണ ഒരു ചികിത്സാ തത്വമാണ്. അഭ്യംഗം, കിഴി, പിഴിച്ചിൽ തുടങ്ങി പലതരത്തിലുള്ള സ്നേഹസ്വേദങ്ങൾ അഥവാ എണ്ണ ഉപയോഗിച്ചുള്ള വിയർപ്പിക്കൽ പഞ്ചകർമ്മത്തിന് മുന്നോടിയായുള്ള പൂർവകർമ്മങ്ങളിൽപ്പെടുന്നു. ശരീരത്തെ ശുദ്ധീകരിക്കുക എന്നതാണ് പഞ്ചകർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഞ്ചകർമ്മ ചികിത്സ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിനെ ശുദ്ധി ചെയ്യുന്ന ചികിത്സകളാണ്. അതാത് സ്രോതോമാർഗേണ അതാത് ദോഷങ്ങളെ ആ ദോഷോൽബണത്തിനനുസരിച്ച് പുറത്തേക്ക് നിർഹരിച്ച് കളയുന്ന ഒരു ക്രിയയാണ്. പഞ്ചകർമ്മം എന്നത് നസ്യം, വമനം, വിരേചനം, വസ്തി, അതുപോലെ രക്തമോക്ഷം. ചില ആചാര്യന്മാരുടെ അഭിപ്രായത്തിൽ ഈ വസ്തി തന്നെ കഷായവസ്തിയും സ്നേഹവസ്തി അല്ലെങ്കിൽ തൈലവസ്തി ഈ രണ്ടും കൂടെ ചേർത്ത് രക്തമോക്ഷത്തിനെ ഒഴിവാക്കി ഒക്കെ പഞ്ചകർമ്മങ്ങളായിട്ട് പറയുന്നുണ്ട്. ഈ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഓരോ ചികിത്സകളും ചെയ്യുമ്പോൾ അതിൽ തന്നെ 3 ഘട്ടങ്ങളായിട്ടാണ് നമ്മളത് ചെയ്യുക. പൂർവകർമ്മം, അതുപോലെ പ്രധാന കർമ്മം, പശ്ചാത് കർമ്മം. ഈ പൂർവകർമ്മത്തിൽ നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന എല്ലാവിധത്തിലുള്ള കേരളീയ ചികിത്സകൾ എന്നറിയപ്പെടുന്ന ഈ പിഴിച്ചിൽ, ഞവര, കിഴികൾ ഇങ്ങനെയുള്ള എല്ലാം തന്നെ സ്നേഹസ്വേദ പ്രയോഗങ്ങളെല്ലാം തന്നെ പൂർവകർമ്മമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ അതിനുശേഷം ഇത്തരത്തിൽ സ്വേദ പ്രയോഗങ്ങൾ വഴി ശരീരത്തിലെ ആ ദോഷങ്ങളെ ഉത്ക്ലേശിപ്പിച്ചതിന് ശേഷം അതാത് സ്രോതസ് വഴി പുറത്തേക്ക് വിടുന്നു. ഇപ്പോൾ കഫസംബന്ധമായിട്ടുള്ള രോഗാവസ്ഥയിൽ അല്ലെങ്കിൽ കഫജമായിട്ടുള്ള രോഗാവസ്ഥയിൽ ശിരസ്സും അതുപോലെ ഊർധ്വഭാഗങ്ങളാണ് കഫത്തിൻ്റെ സ്ഥാനമായിട്ട് പറയുക. അപ്പോൾ ആ ശിരസിൽ നിന്നുള്ള കഫത്തെ പുറത്തേക്ക് നസ്യം വഴിയോ അല്ലെങ്കിൽ വമനം വഴിയോ ഒക്കെ പുറത്തേക്ക് കളയും. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ സ്നേഹസ്വേദ പ്രയോഗങ്ങൾ ചെയ്ത് ദോഷോത്ക്ലേശനം ചെയ്യുകയാണ് ചെയ്യുക. ഇപ്പോൾ കഫസംബന്ധമായിട്ട് അല്ലെങ്കിൽ കഫപ്രധാനമായിട്ട് പറയുന്ന രോഗങ്ങളിൽ സ്നേഹസ്വേദത്തിനായിട്ട് നമ്മൾ ചെയ്യുക ബാഹ്യമായിട്ട് ചെയ്യുന്ന അഭ്യംഗവും ഇതൊക്കെ ബാഹ്യസ്വേദനവും, അതുപോലെ ആന്തരികമായിട്ട് ആഭ്യന്തരമായിട്ട് ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കുന്ന നെയ്യ് അല്ലെങ്കിൽ എണ്ണയും നെയ്യും അല്ലെങ്കിൽ അത് രണ്ടും ചേർന്നൊക്കെ ചെറിയ മാത്രയിലും അതുപോലെ കൂട്ടിയുള്ള കൂടുതലായിട്ടുള്ള മാത്രയിൽ കൊടുത്തിട്ട് സ്നേഹപാനം എന്ന് പറയുന്ന ആ പ്രക്രിയ വഴി സ്നേഹപാനം ചെയ്ത് ഉത്ക്ലേശനം ചെയ്തതിന് ശേഷം വമനം വഴി അതിനെ പുറത്തേക്ക് കളയുന്നു. അല്ലെങ്കിൽ നസ്യം ചെയ്യുമ്പോൾ ഇതുപോലെ ബാഹ്യമായിട്ട് അഭ്യംഗപ്രയോഗം നടത്തി മൃദുവായിട്ടുള്ള സ്വേദനം ചെയ്തതിന് ശേഷം നാസാദ്വാരം വഴി അതാത് രോഗത്തിന് ആവശ്യമായിട്ടുള്ള തൈലങ്ങളെ മൂക്കിൽ അതുപോലെ അല്ലെങ്കിൽ ചൂർണങ്ങളെ ഒക്കെ മൂക്കിൽ ഇറ്റിച്ചതിന് ശേഷം അത് ഊർധ്വഭാഗത്തുള്ള ആ കഫത്തെയും അല്ലെങ്കിൽ ആ നെർവ്സിനെയൊക്കെ പോഷിപ്പിക്കുന്ന വിധത്തിലുള്ള തൈലങ്ങൾ കൊണ്ട് നസ്യം ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെ ഔഷധപ്രയോഗങ്ങളിലൂടെ ഇളക്കിക്കളയുക എന്നതാണ് പഞ്ചകർമ്മം എന്ന ചികിത്സയിലൂടെ നടപ്പിലാക്കുന്നത്.